നമസ്കാരം. കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം. അതായത് ശിവരാത്രിയുടെ അന്ന് അഞ്ചലില് ബാറിൽ കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയെന്നാണ് പരാതി. നമസ്കാരം. എന്താണ് ഉണ്ടായത് യുവാക്കൾക്ക്? എന്നെ ബാറിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന പേരെന്താണ്? എൻ്റെ ഒരു അനീഷ് എന്നെ ഒന്ന് പിടിച്ചോണ്ട് പോകുമായിരുന്നു. എന്നെ എൻ്റെ ഒരു സുഹൃത്തിനെ പിടിച്ചോണ്ട് പോയി സ്റ്റേഷനിൽ കൊണ്ടുപോവുക. അവിടെ ചെന്ന് ക്യാമറ ഇല്ലാത്തടത്ത് അവിടെ ഡ്രസ്സ് മാറുന്ന റൂമിൽ കയറ്റി എന്നെ തലങ്ങും വിലങ്ങും ഒരുപാട് അടിച്ചു. എന്തിനാ കാര്യം ചോദിച്ചാനായി അടിക്കുന്നത്? എനിക്ക് കാര്യം അറിയണോ ചോദിച്ചാൽ അടിക്കുന്നത്. ഒത്തിരി അടിച്ചെന്ന് വെച്ചാൽ ഒരുപാട് അടിച്ചു. എൻ്റെ പുറമെല്ലാം എവിടെയൊക്കെ പരിക്കുണ്ട്? ഒരുപാട് അടിച്ചു. ഓ ഓ ഇടിച്ചെച്ചിലാക്കി. എൻ്റെ തൊണ്ടയ്ക്ക് ഇടിച്ച്, തൊണ്ടയുടെ നടുക്കിടിച്ചു. സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അല്ലേ സംസാരിക്കാൻ എൻ്റെ ഓ ഇത് പ്രേക്ഷകർ കാണണം. ദാണ്ടെ പോലീസിന്റെ കലവിരുതാണ്. കാക്കിക്കുള്ളിലെ കലാകാരന്റെ കരവിരുതാണ്. ഇതേണ്ടല്ല. ഓ എന്റെ ഭഗവാനെ, ഇത് ലാത്തി കൊണ്ട് അടിച്ചാണ് അല്ലേ? വേറെ എവിടെ പറ്റും? വേറെ എൻ്റെ ഈ തൊട മൊത്തം അടിച്ച് പൊട്ടിച്ചേക്കുക. ഇപ്പൊ ഞങ്ങള് എല്ലാം മൊത്തം അടിച്ച് പൊട്ടിച്ചേക്കുക. ഈ കാലിന്റെ ഇത് പ്രേക്ഷകർ കാണണം. അതായത് ഈ കാലിന്റെ പാദത്തിലാണ് പോലീസ് ലാത്തി കൊണ്ട് അടിച്ചിരിക്കുന്നത്. അടിക്കാനുള്ള കാരണം എന്തെങ്കിലും മുൻ വൈരാഗ്യം എനിക്കറിയില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ എന്നെ അടിച്ചത് അഞ്ചലുള്ള അറിയുന്ന പോലീസുകാരാണ് എന്നെ അടിച്ചത്. ഈ അറിയാന്നുള്ള പോലീസാണ് അടി കൂടുതൽ വരും അല്ലേ? എനിക്ക് ഞാൻ വെൽഡിങ്ങിന്റെ പണിക്ക് പോകുന്നതാ. എനിക്ക് 2 പെങ്കൊച്ചുങ്ങളുവാ. ഞാൻ ഇനി എന്തോ ഈ കാരണം പണിക്ക് പോകാനും വയ്യാതെ എനിക്ക് ഭയങ്കര സംസാരം ഈ ഞരമ്പൊക്കെ പടച്ചിരിപ്പുണ്ടല്ലോ. എന്നെ ഇടിച്ചതാ, അവിടെ തൊണ്ടയിൽ ഇടിച്ചതാ. ഇത് 2 അടിക്കാൻ പോയി, ഒരെണ്ണത്തിനെ പിടിച്ചോണ്ട് അടിക്കുമ്പോ ഇവര് പോലീസുകാർ പൂസായിരുന്നു, നല്ല മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അവര്. അഞ്ചലിന്റെ പേരറിയോ? പേരെനിക്ക് അറിയില്ല. അതിൽ ഒരു പോലീസുകാരന്റെ പേര് എനിക്കറിയാം. അൻസർ എന്നാ പേര് പോലീസുകാരന്റെ. പുള്ളി സർക്കോളം വേറൊരു ആളുണ്ട്. പുള്ളിയുടെ പേരെനിക്ക് അറിയത്തില്ല, കണ്ടാലേ അറിയാവും. അല്ല, നിങ്ങൾ ബാറിലിരുന്ന് മദ്യപിച്ചു, ശരി. നിങ്ങളെ ഒരു കാരണവശാലും ഒരു പ്രകോപനമില്ലാതെ പോലീസ് വലിച്ചു കൊണ്ടുപോയി. വലിച്ചടിച്ച് വണ്ടി കയറ്റി എന്നെ 2 പേരും മാറി തിരിഞ്ഞു അടിക്കുമായിരുന്നു. ഒരു കാരണമില്ലാതെ. അതും അവിടെ നിന്ന് കയറ്റിയപ്പോഴൊന്നും അടിച്ചില്ല, അവിടെ കൊണ്ട് റൂമിൽ കയറ്റി അടിക്കുന്നതന്നെ. ഈ റൂമിനകത്ത് CCTV അങ്ങനെ എന്തെങ്കിലും? ഒന്നും CCTV ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അവരെന്നെ അടിക്കുന്നത്. ഡ്രസ്സ് മാറുന്ന റൂമിന്റെ അവിടെ ഒരു കറുത്ത ലാത്തി പോലത്തെ ഒരു വടി, അത് നല്ലപോലെ അടിച്ചു. അവിടുന്ന് അവര് തന്നെ മെഡിക്കൽ എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ നിന്നെ വിട്ടേക്കാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഞാൻ ഉടുപ്പ് പൊക്കി ഡോക്ടറെ കാണിച്ചു. എനിക്ക് ഇതാണൊക്കെ എനിക്ക് വേദനയാണ്. അപ്പം അവിടുന്ന് തന്നെ എക്സ്റേ ഒക്കെ എടുപ്പിച്ച് എന്റെ അടുത്ത് പറഞ്ഞ് എക്സ്റേ ഒക്കെ എടുപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഒരാളെന്ന് പറഞ്ഞാൽ ഇപ്പൊ കേസൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേന് ഇവര് ഇതാക്കി. ഒരു മനുഷ്യനല്ലേ എത്ര എന്ന് പറഞ്ഞ അടിയുള്ളത്. നിങ്ങൾക്കെതിരെ ആരുടെ പരാതി നൽകുന്ന അങ്ങനെ എന്തെങ്കിലും അറിയോ? ഒന്നും പറഞ്ഞില്ല, റിട്ടേൺ കംപ്ലൈന്റ് ഒന്നും കിട്ടിയിട്ടില്ല. ബാറിൽ എന്തെങ്കിലും സംഘർഷം പ്രശ്നങ്ങളോ? ഒന്നുമില്ല. ബാറിൽ എല്ലാ ആൾക്കാരെയും എനിക്ക് അറിയുന്നത്, നല്ല സുഹൃത്തുക്കളും അവരെല്ലാം നല്ല. ഒരു പ്രലോഭനമില്ല, പോലീസ് ഒന്ന് വലിച്ചടിച്ച് അതുപോലെ അടിച്ചു തന്നെ, അതുപോലെ ക്രൂരമായിട്ട് അടിച്ചു. നല്ലൊരു ശിവരാത്രിയായിട്ട് എന്റെ ഭാര്യ കൊച്ചുങ്ങളെല്ലാം താഴെ തന്നെ. ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് ഞങ്ങൾ പുനലൂർ CIയുമായിട്ട് അഞ്ചൽ CIയുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇവർ കഞ്ചാവ് കേസിലെ പ്രതികളാണ്. നിങ്ങൾക്കൊപ്പം തന്നെ അല്ലാരിഫും കൂടെ ഉണ്ടല്ലേ? അല്ലാരിഫ് എന്ന് പറഞ്ഞാൽ അവന്റെ ചേട്ടൻ ഇതിനകത്ത് അകത്താണ്. അതിനെ തുടർന്നാണ് എന്റെ ഈ കരുതുന്നത്. എനിക്ക് ഇന്നേ വരെ ഈ 5 സ്റ്റേഷനിൽ എന്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു കേസും എന്റെ പേരിലില്ല. പിന്നെ ഇപ്പൊ എന്നെ ഒരാൾ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി, നിന്റെ വീട്ടിൽ MDMAയും കഞ്ചാവും കൊണ്ടുവച്ച് നിന്നെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തോളാം എന്ന് വ്യക്തമായിട്ട് എന്നെ വിളിച്ചു. പോലീസും കൂട്ടാണല്ലേ? അല്ല, പോലീസാണ് എന്നെ വിളിച്ചത്. ആരാ വിളിച്ചത് എനിക്കറിയില്ല, പോലീസുകാരാ വിളിച്ചെന്നെ. അഞ്ചൽ CIയുടെ ഭാഗത്തുനിന്നുള്ള വാദം ഇപ്രകാരമായിരുന്നു. ഇവർ രണ്ടുപേരും MDMA കേസിലെ നിരവധി പോലീസിന്റെ തലവേദനയാണ്. ബാറിലുണ്ടായ സംഘർഷത്തിൽ ഒരാളെ മാറ്റിയാൽ മറ്റൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് കണക്കിലെടുത്തിട്ടാണ് അയാൾ ഒരാളെ മാറ്റാൻ ശ്രമിച്ചത്. എന്നാൽ ഇയാളെ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച് ലാത്തി കൊണ്ട് ഉപദ്രവിച്ച പാടാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചത്. ഇവർ തമ്മിൽ ഒരുപക്ഷെ ബാറിൽ സംഘർഷം ഉണ്ടായി തന്നെ ഇരിക്കട്ടെ, എന്നാലും ഇവർക്ക് ലാത്തി എവിടെ നിന്ന് കിട്ടി? പക്ഷെ പോലീസിന്റെ അതിക്രൂര മർദ്ദനമാണെന്ന് ഇവിടെ കറക്റ്റായിട്ട് തെളിയുന്നുണ്ട്. കൊല്ലാൻ വേണ്ടി തന്നെയാണ് അടിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഈ ഭാഗത്ത് അടിക്കുന്നത്, തൊണ്ടക്കുഴിയിൽ നല്ലോണം ഇടിച്ച് കൂട്ടുവെച്ച് എന്റെ മടി ചവിട്ടി. ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇടിച്ചെച്ചിലാക്കി. ഇനിയിപ്പോ അതാക്കി. ഇനിയിപ്പം ഒരു ജോലി മന്ത്രിക്ക് പരാതി കൊടുക്കാനായിട്ട് പരാതി കൊടുത്തു. SP ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം അനീഷിന്റെ ഭാര്യ ചേരുന്നുണ്ട്. നമസ്കാരം മോളെ. ഇനി നിനക്കുണ്ടായ ഈ ഒരു വിഷയം കൂടെ കയറിയിരിക്കും മോളെ. നിനക്കുണ്ടായ ഇതേപോലത്തെ ഒരു ദാരുണമായ സംഭവം ഇനി ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് പുറം ലോകത്ത് അറിയിക്കുന്നത്. നിനക്കെന്താ ഉണ്ടായെന്നാണ് പറയൂ. ഞങ്ങൾ ശിവരാത്രി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഘോഷയാത്രയ്ക്ക് ഇടയിലാണ് പുള്ളി ബാറിലോട്ട് കയറി പോയിട്ട് ഒരു പെക്കടിച്ച് എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. പെക്കടിച്ചിട്ട് വരാം, നീ ഇവിടെ നിൽക്കുന്ന പറഞ്ഞു. ഞങ്ങൾ ആ തൊട്ട് താഴെ നിൽക്കുമായിരുന്നു. ഞാൻ നിന്നപ്പോഴാണ് ഈ വണ്ടി തിരിച്ച് റിട്ടേൺ ഇറങ്ങി പോകുന്നത്. എന്റെ മുന്നിൽ കൂടാണ് ഇവരെ കൊണ്ടുപോയത്. അന്നേരം ഈ വണ്ടിയുടെ ഒക്കെ ബഹളം കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. എന്റെ ഇളയ മോളും മൂത്ത മോളും ഞങ്ങൾ 3 പേരോടായിരുന്നു അവിടെ നിൽക്കുന്നത്. അന്നേരം ഞാൻ ഇത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ വീട് അടുത്താണ്. ഞാൻ തിരിച്ച് റിട്ടേൺ വീട്ടിൽ പോയി. അന്നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ വിളിക്കുമല്ലോ, എന്തുവാന്ന് അറിയത്തില്ല. ഞാൻ പുള്ളിയുടെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു.
അവിടുന്ന് ഇടയ്ക്ക് ഒരു തവണ എടുത്തിട്ട് നമസ്കാരം പറഞ്ഞിട്ട് കട്ട് ചെയ്തു. ഞാൻ എന്നിട്ട് പിന്നെ ഒരുപാട് തവണ അല്ല, മുഖ്യമന്ത്രിയുടെ റൂൾ അനുസരിച്ചിട്ട് ഏതൊരു CI ആണെങ്കിലും ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും നമസ്കാരം പറയണമെന്നാണ്. നമസ്കാരം പറഞ്ഞിട്ട് വേറെ ഒന്നും പറഞ്ഞില്ല, കട്ട് ചെയ്തു, കോൾ കട്ട് ചെയ്തു. ഞാൻ പിന്നെ വിളിച്ചിട്ട് എടുത്തില്ല. പിന്നെ ഒരു കുറച്ച് 11:30 ആയപ്പോഴത്തേന് എന്നെ പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്നെ ഇതേപോലെ സ്റ്റേഷനിൽ കൊണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി ഇതേപോലെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു എനിക്ക് ഇത് എന്തിനാ ഉപദ്രവിച്ചെന്ന് അറിയത്തില്ലല്ലോ. അന്നേരം ഞാൻ വരുമെന്ന് പറഞ്ഞു. കാരണത്തിൽ വ്യക്തതയൊന്നുമില്ല. ഇല്ല, എന്തിനാ കൊണ്ടുപോയെന്നോ എന്തിനാ ഉപദ്രവിച്ചെന്ന് അറിയില്ല. എന്നാൽ ഒരു മണി കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിൽ വന്നപ്പോൾ പുള്ളിയുടെ ദേഹം മൊത്തം ഇതേപോലെ പാട്. അന്നേരം ഞാൻ ചോദിച്ചത് എന്താ പറ്റുക. അന്നേരം അവർ ഉപദ്രവിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവരുടെ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ അനീഷ് എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നായിരുന്നു. ഞാൻ ചോദിച്ചു എന്തോത്തിനാ കൊണ്ടുപോയെന്ന് ചോദിച്ചു. പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ മുൻകൂറായിട്ട് കൊണ്ടുപോയതാണ്. ഞാൻ ചോദിച്ചു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ മുൻകൂറായിട്ട് കൊണ്ടുപോകേണ്ട വിധം ഒരു ഇതുമില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു കൊണ്ടുപോയതാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഉപദ്രവിച്ചത്, അത് നിങ്ങൾ അവരോട് ചോദിക്കുമെന്ന് അവർ പറഞ്ഞു. ഇവരോട് ചോദിക്കുമെന്നാ പറഞ്ഞു. ഞാൻ എന്നിട്ട് പുള്ളിയോട് ചോദിച്ചത് എനിക്കറിയില്ല. അന്നേരത്തെ രാത്രി 1 മണിയായി. നിങ്ങളുടെ ഭർത്താവ് പൊതുവെ പ്രശ്നക്കാരനാണോ? അല്ല, പ്രശ്നക്കാരനൊന്നും അല്ല. നമ്മള് വീട്ടിൽ നമ്മുടേതായിട്ടല്ലാതെ വേറെ പ്രശ്നത്തിനൊന്നും നമ്മൾ പോകല്ല. അത് അവിടെ ചോദിച്ചറിയാലോ, കേസോ കാര്യങ്ങളോ ഇല്ല. പിന്നെ നമ്മുടെ കാര്യം നോക്കുക. ഞാൻ പറഞ്ഞു നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. കാരണം വെച്ചാൽ കംപ്ലൈന്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത്. ഞങ്ങള് അവിടെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് സർജറി കഴിഞ്ഞ് ഇപ്പൊ ജോലിക്ക് ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ഈ ആക്സിഡന്റ് പറ്റി പൊട്ടലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരടി കൊണ്ടേക്കുന്നത്. ഇപ്പൊ ഈ പുള്ളിക്ക് എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാൽ പോലീസുകാരെ പോവും. ആർക്കാ ഇല്ലാണ്ടാവുന്നത്? ഞങ്ങൾക്കാണ് ഇല്ലാണ്ടാവുന്നത്. അത് ഞങ്ങൾ പിന്നെ നമ്മുടെ അടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി അവിടെ ഡോക്ടറെ കണ്ടിട്ട് നമ്മള് പിന്നെ പോയി SP ഓഫീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. ഇവിടെയൊക്കെ പരാതി കൊടുത്തു നിങ്ങള്? കൊട്ടാരക്കര DIC ഓഫീസിലും കൊടുത്തു. പിന്നെ അവിടുന്ന് പൊള്ളൂരേക്കും വിട്ടു. അവിടുത്തെ SP കണ്ടില്ല. അവിടെ കേസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ വിളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇപ്പൊ വന്ന് മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങറ്റം വരെ പോകും. കാരണം എന്തിനാണെന്ന് അറിയത്തില്ല. ഒരു പരാതി ഉണ്ടെങ്കിൽ പുള്ളി അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ വെക്കണ്ടേ. ഇത് അവരെ അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു അവരെ അടിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയതാണെന്ന് തോന്നുന്നു. അടിച്ചിട്ട് തിരിച്ചു വിടേണ്ട ആവശ്യം എന്തോ. പിന്നെ അടിച്ചിട്ട് തിരിച്ചു വിട്ടേക്കും. ഞങ്ങൾ പരമാവധി എവിടം വരെ പോകാൻ പറ്റുമോ അവിടെ വരെ പോകും. ഇതിൽ നിന്നും മറ്റു കാര്യം കൂടി വ്യക്തമാണ്. ഇതിനകത്ത് അല്ലരീഫ് എന്ന അനീഷിന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും 9,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എടുത്തിരിക്കുന്ന പോലീസുകാരനെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനിൽ ഇവർ നൽകിയ പരാതി ബന്ധപ്പെട്ടിട്ടാണ്.